എന്റെ മുളിപ്പറ ആംശേ മക്കളെ, നീ കുരുടനായ? എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പിന്നെ വാ മക്കളെ, വാ ഇവിടെ കുത്തിയിരിക്കി. ഞാൻ നിന്നോളാം. ഓ പിന്നെ നിന്റെ മാക്സി ചുളുങ്ങുമായിരിക്കും. വന്നിരിക്കടാ. കിളവി വീറ്റുകളെ. ബെഞ്ച് ശരിയല്ല. മനസ്സിലായി? മക്കള് അവിച്ച ചക്കക്കുരു തിന്നല്ലേ? എങ്ങനെ മനസ്സിലായി? മപ്പിന് സ്മെല്ല് അടിക്കണുണ്ട്. ഞാൻ വേണ്ട വേണ്ടെന്ന് 100 പ്രാവശ്യം പറഞ്ഞതാ, നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചതാ. ലോ ലവൻ. ആര് കഴിച്ചാലും സ്മെല്ല് കട്ടാക്കുണ്ട്. സ്മെല്ലിന്റെ കാര്യം പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ വന്നത് വേറൊരു കാര്യം സംസാരിക്കാനാണ്. സിമ്പിളിനെ ഫിനിഷ് ചെയ്യണം. അവൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. സിമ്പിളൻ, നീ വിഷമിക്കണ്ട മക്കളെ. നിന്റെ ആദ്യമല്ല ഇപ്പം മാറും. നീ കട്ടക്കിരി. ഞാനൊരു സാധനം തരാം. കൂടിയ സാധനമാ, എല്ലായിടത്തൊന്നും കിട്ടില്ല. കഷ്ടപ്പെട്ട് ഒപ്പിച്ചതാ. സാമി, എന്നെ ഓങ്ക്രി അടിച്ച് കിടത്താനല്ലേ? എടാ ഇത് കഞ്ചാവൊന്നും അല്ല. തലയ്ക്ക് പിടിക്കോ? നിങ്ങൾ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. എടാ ഇത് വെറും മുട്ടായിയാ. സാമി എന്നാ പേര്. തെറ്റിദ്ധരിച്ചല്ലേ? വേണമെങ്കിൽ കഴി. കൊതിയൻ, നീ അപ്പന്റെ മോൻ തന്നെ. നിങ്ങളെ കുറിച്ച് നിന്റെ അപ്പനാ കൊതിയൻ. എനിക്ക് ഈ പുല്ലി കണ്ണെടുത്താ കണ്ടൂടാ. സിമ്പിളനെവിടെ? സിമ്പിളൻ ആരാണെന്ന് അറിയണമെങ്കിൽ നീ ആരാണെന്ന് അറിയണം. നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം സിമ്പിളൻ ആരാണെന്ന്, ഈ കാക്കകൾ ആരാണെന്ന്. കാക്കകളോ? ഏത് കാക്ക? ഓ, കാക്കകളില്ലാത്ത നാടുണ്ടോ? അങ്ങോട്ട് നോക്ക്. മനുഷ്യർ പക്ഷികളെ പോലെയായിരുന്നു. നിന്റെ അപ്പ ഒരു ഒന്നാന്തര കോഴിയായിരുന്നു. കാക്കകളും പലതരമുണ്ട്. 2 കാക്കാമാരെ പോണം. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ചിറകുള്ള കാക്ക, ചിറകില്ലാത്ത കാക്ക, ഒറ്റക്കാലുള്ള കാക്ക. ഈ സിമ്പിൾ ഒറ്റക്കാലാണോ? ആണോ? എനിക്ക് ഒരു കാക്ക ഉണ്ടായിരുന്നു. പാവം ചത്തുപോയി. കിണറ്റി കുളിക്കാൻ ഇറങ്ങിയതാ. നിങ്ങളുടെ കാക്കപുരാണം കേൾക്കാനല്ല ഞാൻ വന്നത്. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സിമ്പിളിന്റെ കാര്യം. ഈ കത്ത് ഇവിടെ ഒരു അടിമക്കണ്ണം വരും. നീ അവന്റെ കൊടുത്തര. അമ്മച്ചി പോവാ. ഇല്ലടേ അപ്പി, എഴുതിക്കല്ലേ. പിന്നെ അവൻ വരുമ്പോ നിനക്ക് എല്ലാ കാര്യവും മനസ്സിലാവും. അവൻ നിനക്കൊരു സമ്മാനവും കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. പോട്ടടാ ചെല്ലക്കിളി. സൂപ്രു, ഷാമ്പു ഉണ്ടോടാ കയ്യിൽ? വേട്ടയ്ക്ക് പോയി. നല്ല തമാശ. നിന്റെ കണ്ണാടി എവിടെ? ഉണ്ടടാ. ബോറ. എന്താ നിന്റെ ഉദ്ദേശം? പറയാം. ചക്കര ഈച്ചയും പോലെ നമ്മൾ നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നിന്റെ വാഴയ്ക്കാപ്പൂ എന്റെ കഞ്ചാവും ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞിരുന്ന കാലം. ആൾക്കാരെന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞു, സുപ്രുവിന്റെ വാഴയ്ക്കാപ്പും സിമ്പിളന്റെ കഞ്ചാവും, കഞ്ചാവ് വാഴയ്ക്കാപ്പം, വാഴയ്ക്കാപ്പം കഞ്ചാവ്. അതെന്തക്കാലം? എടാ, ചട്ടിയും കല്ലവല്ലേ തട്ടി മുട്ടിയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ നിന്റെ വാഴയ്ക്കാപ്പത്തിൽ എന്റെ കഞ്ചാവ് ചേർത്ത് വിറ്റ് 2 എണ്ണം തട്ടിപ്പോയതിന്റെ പേരിൽ നീ എന്നെ ഒറ്റിക്കൊടുത്തു. അങ്ങനെ എന്റെ ശ്രീഹള്ളിയിലെ കഞ്ചാവ് തോട്ടം കത്തിച്ച് ചാമ്പലാക്കി. 10 വർഷം സെൻട്രൽ ജയിലിൽ കിടന്ന ഗോതമുണ്ടയും പരിപ്പും തിന്നേണ്ടി വന്നു. കമ്പികളെണ്ണി എന്റെ വിരലുകൾ തേഞ്ഞു. അതൊക്കെ എത്രയോ ഭേദം. അതിലും ക്രൂരമായിരുന്നടാ മധുമോഹന്റെ സീരിയലുകൾ. അവ എന്നെ തുടർച്ചയായി കാണിപ്പിച്ച് എന്റെ മനസ്സ് മുരടിപ്പിച്ചു. നാട്ടിൽ കഞ്ചാവിന് ക്ഷാമുണ്ടായി. പാവം കഞ്ചാവടിക്കാർ. വാഴയ്ക്കാപ്പം വിറ്റാണെന്ന് നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. പോയത് എന്റെ പൈസ, എന്റെ മാനം, എന്റെ കഞ്ചാവ്.
സിംബളൻ കി സിന്ദഗി വഹി കോഞ്ഞാട്ട ഹുയി ഹാ ഹേ. ഞഞ്ഞായി. താങ്ക് യു. പക്ഷേ എനിക്കോർമ്മയുണ്ടോ നിനക്കറിയില്ല. നമ്മൾ തമ്മിൽ ഒരു കണക്ക് ബാക്കിയുണ്ട്. അതിപ്പോൾ തന്നെ സെറ്റിൽ ചെയ്തേക്കാം. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ആ കണക്ക് തീർക്കാൻ ഞാൻ മടങ്ങിയെത്തി. അന്ന് കളിച്ചപ്പോഴേക്ക് നീ ജയിച്ചു. കാരണം ഞാൻ ഒന്നൊറ്റയ്ക്കായിരുന്നു. സിംബളൻ ഇന്നൊരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. നീ കാണ്. ഞാൻ ടിൻറ്റുവായി. ഞാൻ ബീക്കുട്ടായി. മണിയുണ്ടായി. ഞാൻ പൊപ്പൻ. ബാവുമായി. ഞാൻ രായൻ. എടാ, ഇവരല്ല എന്റെ കടക്കാരാണ്. ഇവർക്ക് കൊടുക്കാനുള്ള പൈസ നിന്നെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കുമോടാ. ജപ്പാങ്ങനെ ബിയോപ്പള്ളിന്ന് വാങ്ങിച്ചതാണ്. $10,000. 5 വർഷം ഗ്യാരണ്ടി. കയറി ചെന്നത് കണ്ടോടാ. ഇത് നിന്നെ ഓട്ടോമാറ്റിക്കായി ചാക്കിലാക്കും. ഒരിക്കലും കേടാവില്ല. എന്താ ഇത്? എടാ, കൈ പിടിച്ച വർക്ക് ചെയ്യൂല. ഡേ, കൈ പിടിച്ച പൈസ കിട്ടില്ലെങ്കിൽ എന്നെ കൊണ്ടേ പോവും. പൈസ താടാ. ശബരിമല മുരുക. ഈ അവസരങ്ങൾ ഗുരുവിന്റെ വാക്ക് ഓർമ്മിക്കണം. എസ്കേപ്പ്.